ഏറ്റവും തണുത്ത സമുദ്രം, നമ്മുടെ ക്രൂസിനെ ചുറ്റിപ്പറ്റി നടന്ന ഭീമൻ ഡോൾഫിനുകൾ. ഹൃദയം ഒരു നിമിഷം നിന്നുപോയി അവ കണ്ടപ്പോൾ. അനുമതി കിട്ടിയപ്പോൾ ഞങ്ങൾ ചിലർ നേരെ ചാടി ആ മഞ്ഞു തണുത്ത സമുദ്രത്തിലേക്ക്. പോളാർ പ്ലങ്ക്. ഇതാണ് എൻ്റെ അന്റാർട്ടിക്ക യാത്രയുടെ ഏറ്റവും ത്രില്ലായ എപ്പിസോഡ് 10. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അന്റാർട്ടിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് 10. കഴിഞ്ഞ എപ്പിസോഡിൽ കാലാവസ്ഥയുടെ അപ്രതീക്ഷിതമായ മാറ്റം കാരണം ബേക്കേഴ്സ് കേവിലെ എൻ്റെ അത്യന്തം ആവേശകരമായ യാത്ര കുറച്ചു നേരത്തെ കൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. സുരക്ഷയെ മുൻനിർത്തി എനിക്ക് കപ്പലിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അന്റാർട്ടിക്കയിൽ പ്രകൃതിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ അതിൻ്റെ മുൻപിൽ വെറും സന്ദർശകർ മാത്രം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതേ പ്രകൃതി വീണ്ടും എന്നെ ആശ്വസിപ്പിച്ചു. കാലാവസ്ഥ പതുക്കെ ശാന്തമായി. കാറ്റിൻ്റെ കാഠിന്യം കുറഞ്ഞു. കടൽ വീണ്ടും സമാധാനമായിരിക്കുന്നു. ഞാൻ കപ്പലിൻ്റെ മുകളിൽ വന്ന് പരിസരമെല്ലാം വീക്ഷിക്കുമ്പോൾ ദൂരെയായി മഞ്ഞുമലകളുടെ ഇടയിൽ മറ്റൊരു കപ്പൽ. അന്റാർട്ടിക്കയിലെ ഈ വിസ്തൃതമായ നിശബ്ദതയിൽ മറ്റൊരു ഷിപ്പ് കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് നാഷണൽ ജിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എക്സ്പെഡിഷൻ വെസൽ ആകുന്നു എന്ന്. അങ്ങനെ ഞാൻ കടലും പരിസരവും വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ അത്രയും ശാന്തമായിരുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ മേൽത്തട്ടിൽ ഒരു ചലനം. ആദ്യത്തിൽ ചെറിയൊരു തിരമാല പോലെ തോന്നി. പക്ഷേ അടുത്ത നിമിഷം വെള്ളം ചീന്തിക്കൊണ്ട് കറുപ്പും വെളുപ്പും നിറമുള്ള ചില അതിവേഗ നിഴലുകൾ. അവ നമ്മുടെ കപ്പലിനെ ചുറ്റിപ്പറ്റി വളരെ സുന്ദരമായി കളിക്കുന്നത് പോലെ തോന്നി. ആദ്യം നോക്കിയപ്പോൾ കില്ലർ വെയിൽസ് എന്ന് തോന്നിയെങ്കിലും അത് യഥാർത്ഥത്തിൽ അതിനോട് സാമ്യമുള്ള ഒരു ഡോൾഫിൻ വിഭാഗം ആയിരുന്നു. വേഗം, ചാപല്യം, ഒരുമിച്ച് നീങ്ങുന്ന ആ കൂട്ടായ്മ, ഇത് ഒരു പ്രകൃതി ഷോ പോലെ തോന്നി. എൻ്റെ കപ്പലിൻ്റെ അടുത്ത് വന്ന് അവരുടെ കളികൾ കണ്ടപ്പോൾ ഒരു നിമിഷം കണ്ണു മാറ്റാൻ പറ്റിയില്ല. അന്റാർട്ടിക്കയുടെ ഈ തണുത്ത കടലിൽ ഇത്ര ജീവന്തമായ ഒരു കാഴ്ച ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായും കില്ലർ വെയിലുകളുമായി ഇവയ്ക്ക് കാഴ്ച വലിയ സാമ്യമുണ്ട്. എന്നാൽ രസകരമായ ഒരു വസ്തുത എന്താണെന്നാൽ കില്ലർ വെയിൽസുകൾ യഥാർത്ഥത്തിൽ തിമിംഗലങ്ങളല്ല, മറിച്ച് ഡോൾഫിൻ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട ഡോൾഫിനുകൾക്കും കില്ലർ വെയിലുകൾക്കും ഇടയിലുള്ള പ്രധാന സാമ്യങ്ങൾ വളരെയധികമുണ്ട്. കില്ലർ വെയിൽസുകളെ പോലെ തന്നെ ഈ ഡോൾഫിനുകൾക്കും കറുപ്പും വെള്ളയും കലർന്ന ശരീരമാണ് ഉള്ളത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇവയുടെ ശരീരത്തിലെ വെള്ള പാറ്റേണുകൾ കില്ലർ വെയിൽസിൻ്റെ നിറവുമായി സാമ്യം തോന്നും നമുക്ക്. കില്ലർ വെയിൽസുകൾക്ക് പുറത്ത് വലിയൊരു ചിറകുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡോൾഫിനുകൾക്കും സമാനമായ രീതിയിൽ കൂർത്ത ചിറകുകൾ കാണാം. കില്ലർ വെയിൽസുകളെ പോലെ തന്നെ വളരെ വേഗത്തിൽ നീന്തുന്നവരും കപ്പലുകളുടെ അരികിലേക്ക് വരാൻ മടിക്കാത്തവരുമാണ് ഈ ഡോൾഫിനുകൾ. കില്ലർ വെയിൽസുകൾക്ക് 6 മുതൽ 8 മീറ്റർ വരെ നീളം വരും. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡോൾഫിനുകൾക്ക് ഏകദേശം 2-2.5 മീറ്റർ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ. കില്ലർ വെയിൽസുകളുടെ ശരീരത്തിലെ വെള്ള നിറം കണ്ണിന് പിന്നിലും വശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ ഗ്ലാസ് ഡോൾഫിനുകളിൽ ആ വെളുത്ത നിറം ശരീരത്തിൻ്റെ വശങ്ങളിൽ നീളത്തിലാണ് ഉള്ളത്. അന്റാർട്ടിക്ക പോലുള്ള തണുത്ത മേഖലകളിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും സഞ്ചാരികൾക്ക് ഇവയെ കില്ലർ വെയിൽസിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ചിത്രങ്ങൾ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു കുസൃതി തോന്നി. ഇവകളുമായി ഒരു സെൽഫി എടുക്കണമെന്ന്. അതും സാധിച്ചു. ഈ ഡോൾഫിനുകൾ വശങ്ങളിൽ കറുപ്പും വെള്ളയും കലർന്ന ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇത് ഒരു മണൽ ഘടികാരത്തിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. പഴയകാലത്ത് തിമിംഗല വേട്ടക്കാർ ഇവയെ സീ സ്കിങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സമുദ്രഭാഗങ്ങളായ അന്റാർട്ടിക്ക, സബ് അന്റാർട്ടിക്ക മേഖലയിലാണ് ഇവ കൂടുതലും കാണപ്പെടുന്നത്. കഠിനമായ തണുപ്പിലും അതിജീവിക്കാൻ കഴിവുള്ള ചുരുക്കം ചില ഡോൾഫിൻ വർഗത്തിൽപ്പെട്ടതാണ് ഇവകൾ. കാഴ്ചയിൽ കില്ലർ വെയിൽസുകളുമായി വളരെ സാമ്യം കാരണം പലരും ഇവയെ ലിറ്റിൽ കില്ലർ വെയിൽസ് എന്ന് വിളിക്കാറുണ്ട്. കില്ലർ വെയിൽസുകളെ പോലെ തന്നെ ബുദ്ധിശക്തിയുള്ളവരും വേഗത്തിൽ സഞ്ചരിക്കുന്നവരുമാണ് ഇവർ മനുഷ്യരോട് വളരെ വേഗം അടുക്കുന്ന സ്വഭാവക്കാരാണ്. വലിയ കപ്പലുകൾ കാണുമ്പോൾ അവയുടെ അരികിലേക്ക് നീന്തി വരാനും കപ്പലുകൾ ഉണ്ടാക്കുന്ന തിരമാലകളിൽ കളിക്കാനും ഇവയ്ക്ക് വലിയ താല്പര്യമാണ്. മണിക്കൂറിൽ 22 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും പരിമിതമായ അറിവുകളേ ഉള്ളൂ. 1820 കടലിൽ വെച്ച് കണ്ട ഒരാൾ വരച്ച ചിത്രത്തിൽ നിന്നാണ് 1824 ഇതൊരു പുതിയ വർഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഏക കടൽ ജീവിയാണ് ഇത്. വളരെ കുറച്ച് തവണ മാത്രമേ മനുഷ്യർക്ക് ഇവയെ നേരിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ചെറിയ മത്സ്യങ്ങൾ, സ്ക്വിഡ്, കടൽ ചെമ്മീനുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കടൽ പക്ഷികൾ കൂട്ടമായി വട്ടമിട്ട് മറക്കുന്നതിന് താഴെയായിരിക്കും മിക്കവാറും ഇവ ഇര തേടുന്നത്. നമ്മുടെ ഈ ഏകാന്തമായ അന്റാർട്ടിക്ക യാത്രയിൽ മഞ്ഞുപാളികൾക്കും തണുത്ത കാറ്റിനുമിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥികളാണ് ഇവകൾ.
ഈ കാണുന്ന ഡോൾഫിനുകൾ സാധാരണ ഡോൾഫിനുകളെ പോലെയല്ല. ഇവ അന്റാർട്ടിക്കയുടെ സ്വന്തം അവർഗ്ലാസ് ഡോൾഫിനുകളാണ്. ഇവയെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സമുദ്രജീവികളിൽ ഇത്രയധികം കുറച്ച് മാത്രം പഠിക്കപ്പെട്ട മറ്റൊരു വർഗം വേറെ ഉണ്ടാകില്ല. കാരണം ഇവ മനുഷ്യവാസമില്ലാത്ത അങ്ങേയറ്റം തണുപ്പുള്ള ധ്രുവപ്രദേശങ്ങളിൽ മാത്രം താമസിക്കുന്നവയാണ്. സാധാരണയായി ഇവ ചെറിയ കൂട്ടങ്ങളായാണ് കാണപ്പെടാറുള്ളത്, ചിലപ്പോൾ വെറും 2-3 എണ്ണം. എന്നാൽ അപൂർവമായി 100-ലധികം ഡോൾഫിനുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇവരുടെ മറ്റൊരു പ്രത്യേകത മറ്റു തിമിംഗലങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഫിൻ വെയിൽസ് പോലുള്ള ഭീമൻ തിമിംഗലങ്ങൾക്കൊപ്പം ഈ ഡോൾഫിനുകളും നീന്തുന്നത് പലപ്പോഴും ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ വക ഭീമന്മാരെ അനുഗമിക്കുന്നത്? തിമിംഗലത്തിൻ്റെ വെള്ളത്തിനടിയിൽ നടത്തുന്ന ചലനങ്ങൾ കാരണം മുകളിലേക്ക് വരുന്ന മത്സ്യങ്ങളെ എളുപ്പത്തിൽ വേട്ടവിടാനാണ് ഈ ബിരുദന്മാർ ഇത്തരത്തിൽ ചെയ്യുന്നത്. അതായത് കടലിലെ ബുദ്ധിപരമായ ഒരു കൂട്ടുകെട്ടാണ് ഇത്. എത്ര കണ്ടാലും മതി വരാത്ത ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ഇത്. ഞാൻ വളരെയധികം സമയം ഇത് കണ്ടും ചിത്രീകരിച്ചും കഴിച്ചുകൂട്ടി. അന്റാർട്ടിക്കയുടെ ഈ അത്ഭുത ലോകത്തിൽ മനസ്സിനെ പരീക്ഷിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സാഹസികമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പോളാർ പ്ലങ്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദിവസം തുടങ്ങുന്നതിന് മുൻപായിട്ട് ക്രൂ എല്ലാവരും ബ്രീഫിംഗ് തന്നു. എല്ലാവരും തയ്യാറായി. ഓരോരുത്തരുടെ മുഖത്ത് ആവേശം, ചിലരുടെ കണ്ണുകളിൽ ചെറിയ ഭയം. ഞാൻ എല്ലാം നോക്കി നിന്ന് കണ്ടു. പക്ഷേ ഈ തവണ ഞാൻ ചാടാൻ തീരുമാനിച്ചിട്ടില്ല. ചില പരിമിതികൾ, അതിനെ ഞാൻ ബഹുമാനിച്ചു. കാരണം ഓരോ യാത്രയും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പരിധികൾ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനുമാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ അനുഭവം കുറയില്ലായിരുന്നു. കാരണം ഞാൻ എല്ലാം അടുത്ത് നിന്ന് കാണുകയും അത് മുഴുവൻ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഒരാൾക്ക് ശേഷം മറ്റൊരാൾ ആ മഞ്ഞ് കടലിലേക്ക് ചാടുന്ന ഓരോ നിമിഷവും ഹൃദയം പിടിച്ചു ഉലയ്ക്കുന്നതായിരുന്നു. വെള്ളം തൊടുന്ന നിമിഷം അവരുടെ മുഖത്തിലെ ആ ഷോക്ക്, പിന്നീട് ചിരിയായി മാറുന്ന ആ സന്തോഷം, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു വിചിത്രമായി അനുഭവപ്പെടുന്ന അനുഭവമായി. കാരണം ഭയം എന്നത് എനിക്ക് പുത്തിരിയല്ല. കാരണം കഴിഞ്ഞ വർഷം 12,000 അടി ഉയരത്തിൽ ഈജിപ്തിൻ്റെ ആകാശത്ത് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ നിന്നും ഞാൻ സ്കൈ ഡൈവ് ചെയ്തിട്ടുണ്ട്. ആ നിമിഷം ഭയം എന്നത് വലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭയത്തെ ഞാൻ മറികടക്കുകയും ചെയ്തു. അതിനെ മറികടക്കാനും ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അതിനാൽ ഇന്ന് ഞാൻ ചാടാഞ്ഞത് പേടിയാൽ അല്ല, അത് ഒരു ബോധപൂർവമായ തീരുമാനമായിരുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ധൈര്യം എന്നത് ചാടുന്നതിൽ മാത്രമല്ല, ചാടാതെ നിൽക്കുന്നതിലും ഉണ്ടാകണം ധൈര്യം. എന്നാൽ ഈ പോളാർ പ്ലഗ് കണ്ടപ്പോൾ മറ്റുള്ളവർ അവരുടെ ഭയം ജയിക്കുന്ന ആ നിമിഷങ്ങൾ, അത് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ കണ്ടത് വെള്ളത്തിലേക്ക് ചാടുന്ന ശരീരങ്ങൾ മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസം, അവരുടെ സന്തോഷം. അന്റാർട്ടിക്കയുടെ ഈ മഞ്ഞുവെള്ളത്തിൽ ഓരോരുത്തരും സ്വന്തമായി ഓരോ കഥ എഴുതുകയാണ്. അവരെ കൈപിടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ സന്തോഷം ഞാനും പങ്കുവെച്ചു. അവസാനം ആ അനുഭവം എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ജീവിതം എന്നത് എല്ലാം ചെയ്യുന്നതല്ല, നമുക്ക് ശരിയായത് തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് ഞാൻ ചാടിയില്ല, പക്ഷേ എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. കാരണം ഞാൻ കണ്ടത്, ഞാൻ അനുഭവിച്ചത്, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു ചൂടുള്ള ഓർമ്മയായി മാറി. അന്റാർട്ടിക്കയുടെ തണുത്ത കാറ്റിനിടയിൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിലായി, ധൈര്യം അത് പല രൂപങ്ങളിൽ വരും. അങ്ങനെ ചാട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ ഭയം മറികടന്ന് ആ മഞ്ഞ് കടലിലേക്ക് ചാടുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ആവേശകരമാണ്. പക്ഷേ ഈ ആവേശത്തിന് പിന്നിൽ ഒരു ശക്തമായ സേഫ്റ്റി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ക്രൂ അംഗങ്ങൾ എല്ലാവരും അതീവ ശ്രദ്ധയോടെ ഓരോ ചെറിയ കാര്യവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചാടാൻ പോകുന്ന എല്ലാവരും ആദ്യം ബെൽറ്റ് ഉറപ്പാക്കി ധരിപ്പിക്കുന്നു. തെറ്റില്ലാതെ ഫിറ്റാണോ എന്ന് 2 പ്രാവശ്യം പരിശോധിക്കുന്നു. കപ്പലിൻ്റെ പിൻവശത്ത് ഒരു സേഫ് ജമ്പിംഗ് പോയിന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ക്രൂ മെമ്പേഴ്സ് സ്റ്റാൻഡ് ബൈ ആയി ഓരോരുത്തരെയും ഗൈഡ് ചെയ്യുന്നുണ്ട്. കടലിൽ സോഡിയാക് ബോട്ടിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് കാത്തിരിക്കുന്നു ചിലർ. എങ്കിലും അനിയന്ത്രിതമായി സാഹചര്യം വന്നാൽ ഒടുവിൽ ഒരു നിമിഷം പോലും നഷ്ടമാകാതെ സഹായിക്കാനാണ് ആ ക്രൂ മെമ്പേഴ്സ് എല്ലാം തയ്യാറായി നിൽക്കുന്നത്. ചാടുന്ന നിമിഷം ക്രൂ മെമ്പേഴ്സ് കൗണ്ട് ഡൗൺ നൽകുന്നു. 3, 2, 1. ആൾ വെള്ളത്തിൽ തൊടുന്ന നിമിഷം മുതൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും ആ വ്യക്തിയിലേക്കാണ്. വെള്ളത്തിൽ ഒരുപാട് സമയം നിൽക്കാൻ അനുവദിക്കില്ല, ചില സെക്കൻഡുകൾ മാത്രം. അതിന് പിന്നാലെ ലാഡർ അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിച്ച് വേഗത്തിൽ കപ്പലിലേക്ക് തിരികെ കയറ്റുന്നു. മുകളിലത്തെ ഡെക്കിൽ മറ്റൊരു ടീം റെഡിയായി. ടവൽ, വാം ഡ്രിങ്ക്സ്, മെഡിക്കൽ സപ്പോർട്ട് എല്ലാം തയ്യാറായി നിൽപ്പുണ്ട്. ശരീരം തണുപ്പിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി അവരെ ഉടനെ കവർ ചെയ്ത് സേഫ് സോണിലേക്ക് മാറ്റുന്നു. ഓരോ ജമ്പിന് ശേഷവും ക്രൂ വീണ്ടും നെക്സ്റ്റ് പേഴ്സണിന് തയ്യാറെടുക്കുന്നു. ഇത് ഒരു സിമ്പിൾ ആക്ടിവിറ്റി അല്ല, അതീവ കൃത്യതയോടും കോർഡിനേഷനോടും കൂടി ആവശ്യമായി ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണ്. ഈ മുഴുവൻ പ്രോസസ്സും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തം, അന്റാർട്ടിക്ക പോലുള്ള എക്സ്ട്രീം സ്ഥലങ്ങളിൽ അഡ്വഞ്ചറിനൊപ്പം സേഫ്റ്റി ക്വാളിറ്റി പ്രധാനപ്പെട്ടതാണ്.
അന്റാർട്ടിക്ക എന്ന ഈ ദൂരെയുള്ള ലോകം എന്നെ പഠിപ്പിച്ചത് ഒന്ന് മാത്രം: ജീവിതം എന്നത് എത്ര ദൂരം പോകുന്നു എന്നതല്ല, എന്താണ് നമ്മൾ അനുഭവിക്കുന്നു എന്നതാണ്. ഈ മഞ്ഞ് ലോകത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന ചൂടുള്ള ചില ഓർമ്മകളും ഹൃദയം നിറഞ്ഞ ചില നിമിഷങ്ങളും. ഇനി ഈ യാത്ര തുടരുന്നു. ഇനിയും കാണാനുള്ള അത്ഭുതങ്ങൾ മുന്നിൽ കാത്തിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.